ഐഡിയേഴ്സ് 2024 NIRF റാങ്കിങ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ NIRF റാങ്കിങ്ങിനെ പറ്റി ചെറുതായിട്ടൊന്ന് പറയാം. നമ്മുടെ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിലയിരുത്തുന്നതിനും റാങ്ക് ചെയ്യുന്നതിനുമായിട്ട് ഇന്ത്യൻ സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിങ് ഫ്രെയിംവർക്ക് NIRF. ഇത് എല്ലാ വർഷവും ഈ ഒരു ജൂൺ മന്തിലൊക്കെ ആയിട്ടാണ് അതിൻ്റെ ആ ഒരു ലിസ്റ്റ് നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷൻ മിനിസ്ട്രി പബ്ലിഷ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടും ഓവറോൾ ആയിട്ടും ഒരു NIRF റാങ്കിങ് ചെയ്യാറുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ, ഇപ്പോൾ നമ്മുടെ കിസാറ്റൊക്കെ പോലുള്ള അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾ, പിന്നെ കോളേജുകളുടെ SH ഒക്കെ വരുന്നുണ്ട് ഈ കോളേജുകളുടെ ലിസ്റ്റിൽ. പിന്നെ എഞ്ചിനീയറിംഗ് കോളേജസ്, നമ്മുടെ കേരളത്തിലുള്ള NIT കാലിക്കട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫാർമസി കോളേജുകൾ, മാനേജ്മെൻറ്റ്, നിയമം, ആർക്കിടെക്ചർ, അങ്ങനെ ഓരോ വിഭാഗത്തിനും സെപ്പറേറ്റ് ആയിട്ടാണ് ഈ NIRF റാങ്കിങ് നടത്തുന്നത്. അല്ലാതെ ഓവറോളും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇതുപോലെ ഓവറോൾ യൂണിവേഴ്സിറ്റി, കോളേജസ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, എഞ്ചിനീയറിംഗ്, മാനേജ്മെൻറ്റ്, ഫാർമസി, മെഡിക്കൽ, ഡെൻ്റൽ, ലോ, ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ്, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടർ, ഇന്നൊവേഷൻ. അപ്പോൾ ഇങ്ങനെ ഓരോ സെക്ടറിലും ഇതുപോലെ NIRF റാങ്കിങ് നടത്താറുണ്ട്. അപ്പോൾ നമുക്കിതിന് പല പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു NIRF റാങ്കിങ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കുന്നത് എന്നുള്ള പല പാരാമീറ്റേഴ്സും നമുക്കുണ്ട്. ലൈക്ക് ടീച്ചിങ്, ലേണിംഗ് ആൻഡ് റിസോഴ്സസ് ആണ് ആദ്യത്തെ ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത്. അതായത് ഈ കുട്ടികൾക്ക് ആനുപാതികമായിട്ട് ഈ ടീച്ചിങ് സ്റ്റാഫുകളുണ്ടോ, അല്ലെങ്കിൽ പഠിക്കാനുള്ള റിസോഴ്സസുകളുണ്ടോ, അവർക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ എന്നൊക്കെയുള്ള ആ ഒരു രീതിയാണ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അവരുടെ ആ ഒരു ഫിനാൻസിൻ്റെ റിസോഴ്സസിൻ്റെയും അതിൻ്റെ യൂട്ടിലൈസേഷനൊക്കെ എങ്ങനെയാണ് എന്നൊക്കെയുള്ള രീതിയൊക്കെ നോക്കിയിട്ടാണ് ആദ്യത്തെ ഒരു പാരാമീറ്റർ വരുന്നത്. മറ്റൊന്ന് റിസർച്ച് ആൻഡ് പ്രൊഫഷണൽ പ്രാക്ടീസാണ്. അതായത് റിസർച്ചിനും പ്രൊഫഷണൽ പ്രാക്ടീസിനും ഒക്കെ ഉള്ള അവസരങ്ങൾ ആ ഒരു യൂണിവേഴ്സിറ്റിയിലുണ്ടോ എന്നുള്ളത്. പിന്നെ ഗ്രാജുവേഷൻ ഔട്ട്കം, അതായത് എത്രമാത്രം കുട്ടികൾ പാസ്സായി വരുന്നുണ്ട്, ഈ പാസ്സായ കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റും അതുപോലുള്ള അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. പിന്നെ ഔട്ട്റീച്ച് ആൻഡ് ഇൻക്ലൂസിവിറ്റി, അതായത് ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി കൂടുതൽ ഇതാവുന്നത് പുറത്തുള്ള, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കിസാറ്റ് ആണെങ്കിൽ മറ്റു പുറത്തുനിന്ന് പലവരും വന്ന് ഇവിടെ പഠിക്കുന്നല്ലേ, അപ്പോൾ അതൊക്കെ മാനദണ്ഡമായിട്ട് എടുക്കുന്നുണ്ട്. എത്രമാത്രം കുട്ടികൾ കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എത്രമാത്രം വിമൻ പെർസെൻറ്റേജ് ഉണ്ട്, പിന്നെ എക്കണോമിക്കലി ആൻഡ് സോഷ്യലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾ എങ്ങനെയാണ് അവരുടെ ഫെസിലിറ്റീസും കാര്യങ്ങളും എന്നൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു റാങ്കിങ്ങിൻ്റെ ആ ഒരു ഇത് വരുന്നത്. പിന്നെ പീർ പെർസെൻറ്റേഷനും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു NIRF റാങ്കിങ്ങിൽ ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടാനുള്ള പാരാമീറ്റേഴ്സ്. അപ്പോൾ ഈ ഒരു നമുക്കൊരു, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എന്ന് പറയുന്നത് നമുക്കറിയാം, PhD അങ്ങനെയുള്ള ഇതിലേക്കൊക്കെ വരുമ്പോൾ വളരെ കുറവായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. സൗകര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ കുറവാണ് എഞ്ചിനീയറിംഗ് കോളേജസൊക്കെ വരുന്നത്. ഇപ്പോൾ പ്ലേസ്മെൻറ്റ് മാത്രം നോക്കുവാണെങ്കിൽ പല കോളേജുകളും ഉണ്ടാവും. പക്ഷേ മറ്റു റിസർച്ച് ഫെസിലിറ്റീസും മറ്റു ഫാക്കൽറ്റി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു പക്ഷേ ഇതിലേക്ക് നമ്മുടെ കേരളത്തിലുള്ള മിക്ക കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ എത്താനായിട്ട് ഇത്തിരി പാടാണ്. അപ്പോൾ ഈ 2024 മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പക്ഷേ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇന്നും വൈകുന്നേരത്തോടെ നാളെയൊക്കെ ആയിട്ട് ഈ വെബ്സൈറ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോന്നും. അപ്പോൾ അതെങ്ങനെ എടുത്ത് നോക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. നമ്മൾ NIRF ഇന്ത്യ എന്ന ലിസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. അപ്പോൾ ആ വെബ്സൈറ്റ് ആദ്യം തന്നെ വന്ന് കിടക്കുന്നത് NIRF ഇന്ത്യയുടെ വെബ്സൈറ്റ് തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് എടുക്കുക. അതിനുശേഷം നമ്മൾക്കിവിടെ ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞില്ല പാരാമീറ്റേഴ്സ്, അതാണെങ്കിൽ പാരാമീറ്റേഴ്സിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതുപോലെ അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്താണെന്നുള്ളത് ഇവിടെ കാണിക്കും. പിന്നെ നമുക്ക് റാങ്കിങ് ആണ് നോക്കാനുള്ളതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ റാങ്കിങ് ആണെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടോ 23 വരെ ഇവിടെ കിടക്കുന്നുള്ളൂ. 24 ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. നമുക്ക് ഈ വെബ്സൈറ്റ് നോക്കിയാലാണ് അറിയാൻ പറ്റുക. അപ്പോൾ വരും ദിവസങ്ങളിലായിട്ട് വെബ്സൈറ്റിൽ അത് അനൗൺസ് ചെയ്യും. ഇപ്പോൾ 2023 നോക്കണമെങ്കിൽ നിങ്ങളിങ്ങനെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടോ, ഓവറോൾ യൂണിവേഴ്സിറ്റീസ്, കോളേജസ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, എഞ്ചിനീയറിംഗ് അങ്ങനെ പറയും. ഇപ്പം നിങ്ങൾക്ക് നോക്കേണ്ടത് എഞ്ചിനീയറിംഗ് കോളേജസിൻ്റെ ആണെങ്കിൽ ആ എഞ്ചിനീയറിംഗിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ കാണിക്കും, കണ്ടോ, ഇതുപോലെ കാണിക്കും. എപ്പോഴും വരാറ് IIT മദ്രാസ് തന്നെയാണ്. IIT മദ്രാസ് തൊട്ട് പുറകെ ഡൽഹി ഉണ്ടാവും, പിന്നെ മഹാരാഷ്ട്ര ഉണ്ടാവും, അങ്ങനെയാണ് വരാറ്. ഒരു 23ാമത് അല്ലെങ്കിൽ 20 ആ ഒരു പൊസിഷനിലാണ് നമുക്ക് കേരളത്തിൽ നിന്ന് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വരുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കട്ട്, അതായത് NIT കാലിക്കട്ടാണ് കേരളത്തിൽ നിന്ന് വരുന്ന എഞ്ചിനീയറിംഗ് കോളേജ്. നിങ്ങൾ ഓർക്കുക, യൂണിവേഴ്സിറ്റി ക്യുസാറ്റ് വരുന്നത് യൂണിവേഴ്സിറ്റിയുടെ കാറ്റഗറിയിലാണ് കേട്ടോ, കുറച്ച് പുറകിലായിട്ടാണ്. എന്നാലും ക്യുസാറ്റ് വരുന്നുണ്ട്, പക്ഷെ അത് യൂണിവേഴ്സിറ്റി കാറ്റഗറി എന്നുള്ള നിലയ്ക്കാണ് ക്യുസാറ്റ് വരുന്നത്.
പിന്നെ നമ്മൾക്ക് കേരളത്തിൽ പറയാനാണെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രത്തുള്ളത്, അതും 48ാമത്തെ പൊസിഷനിലായിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ തമിഴ്നാട്ടിലുള്ള മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വരുന്നുണ്ട്. നമുക്ക് തമിഴ്നാടൊക്കെ നമ്മുടെ അടുത്തുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു NIRF റാങ്കിങ് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റുകയെന്നുള്ളത്, ഫസ്റ്റ് തന്നെ തമിഴ്നാട് വരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തിരുച്ചിറപ്പള്ളിയാണ്. പിന്നെ വരുന്ന മറ്റൊന്ന് വെല്ലൂരാണ്, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി 11ാമതാണ് തമിഴ്നാട്ടിലുള്ളത് വന്ന് കിടക്കുന്നത്. പിന്നെ അണ്ണാ യൂണിവേഴ്സിറ്റി ഉണ്ട്. പിന്നെ മറ്റൊന്ന് അമൃത വിശ്വവിദ്യാപീഠം തമിഴ്നാട്ടിലുള്ളതാണ്, കേരളത്തിലുണ്ട് പക്ഷെ അത് ഈ ലിസ്റ്റിൽ വന്നിട്ടില്ല. മെഡിക്കൽ ആണെന്നോ എനിക്കല്ലോ അല്ലേ, മെഡിക്കലിൽ ഇനി അമൃത ഉണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ മറ്റൊന്ന് വരുന്നത് SRM ഇൻസ്റ്റിറ്റ്യൂട്ടാണ് തമിഴ്നാട് വന്നേക്കുന്നത്. പിന്നെ ഷൺമുഖ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ 2023 പിന്നെ നിങ്ങൾക്ക് 2024 നോക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളേക്ക് ആകുമ്പോഴത്തേക്ക് അത് പബ്ലിഷ് ചെയ്ത് കിട്ടും കേട്ടോ. ഇത് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 എൻട്രീസ് ഉണ്ട്. 100 എൻട്രിയും ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത എൻട്രീസ് കാണിക്കും. ഇപ്പോൾ ചിലതൊക്കെ NIRF റാങ്കിങ്ങിൽ ഇപ്പോൾ ഈ ലിസ്റ്റിലില്ലെങ്കിലും ചില അവർക്കത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു മാനദണ്ഡമെങ്കിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ടാവും. ചിലപ്പോൾ അവരത് ആ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. അവരുടെ കോളേജിൻ്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇനി നിങ്ങൾ യൂണിവേഴ്സിറ്റീസ് നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഇത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. നമ്മൾ സാധാരണ ഇത് MG യൂണിവേഴ്സിറ്റി കണ്ടോ, കേരളയുടെ ഇതിൽ 31ാമത് വന്ന് കിടക്കുന്നുണ്ട് MG യൂണിവേഴ്സിറ്റി. അതിനുശേഷം പിന്നെ വന്നേക്കുന്നത് കിസാറ്റാണ്, 37ാമതാണ് കിസാറ്റ് വന്ന് കിടക്കുന്നത്. പിന്നെ കേരളത്തിൽ വന്നേക്കുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്നേക്കുന്നത് 70ാമതാണ്. അങ്ങനെ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്, യൂണിവേഴ്സിറ്റി എന്നുള്ള ഇതിലേക്ക് എടുക്കുമ്പോൾ. ഇനി നിങ്ങൾ കോളേജസ് ആണ് നോക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഇതുണ്ടോ, കോളേജസ് നമുക്ക് കേരളത്തിൽ വന്നേക്കുന്ന കോളേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോടുള്ള സെൻറ്റ് ജോസഫ് കോളേജ് ദേവഗിരി, അതാണ് ഇതിൽ നമുക്ക് 59ാമതായിട്ട് കാണാൻ വരുന്നത്. SH വരാറുണ്ട്. SH വന്നേക്കുന്നത് 72 ആണ് വന്നേക്കുന്നത്. പിന്നെ യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് UC കോളേജ് 77ാമത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ഈ കേരളം പോലുള്ള ഈ ഒരു സ്റ്റേറ്റിലെ റിസർച്ചിനും ഒക്കെയുള്ള സാധ്യതകൾ വളരെ കുറവാണല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയിട്ടാണ് ഈ NIRF റാങ്കിങ്ങിലേക്ക് ഇൻക്ലൂഡഡ് ആവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളും കോളേജസും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജസും ഒക്കെയാണ് വന്നേക്കുന്നത്. ഇപ്പോൾ മോഡൽ നമ്മളെടുത്ത് പറയുമ്പോൾ അവിടെ നല്ല രീതിയിൽ പ്ലേസ്മെൻ്റ് ഉള്ള ഒരു കോളേജാണ്. പക്ഷേ ഇതിൽ വന്നിട്ടില്ല. കാരണം അതിൻ്റെ നിങ്ങൾക്കറിയാം, മോഡലിൽ ചെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതിൻ്റേതായ പരിമിതികൾ അതിലുണ്ട്. പക്ഷേ NIRF റാങ്കിങ്ങിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ, എല്ലാ വർഷവും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ കുറച്ച് ഇപ്പോൾ ആദ്യമുള്ള റാങ്കിങ്ങിലൊന്നും അല്ലെങ്കിലും കുറച്ച് പുറകിലായിട്ട് ഒരു റാങ്കിങ്ങിലൊക്കെ മോഡൽ വന്ന് കിടക്കാറുണ്ട് കേട്ടോ. അതിനുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ നിങ്ങൾ പ്ലേസ്മെൻറ്റ് വൈസാണ് നിങ്ങൾ മോഡൽ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും ഈ വർഷങ്ങളിലൊക്കെ ഇതുവരെയുള്ള വർഷങ്ങളിലൊക്കെ ഫുൾ പ്ലേസ്ഡ് ആയിട്ട് തന്നെയാണ് മോഡൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് NIRF റാങ്കിങ്ങിനെ പറ്റി. അപ്പോൾ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് 2024 നോക്കണം എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ ഉടനെ വരും, അത് പബ്ലിഷ് ചെയ്യും. ഇന്നലെയാണ് NIRF റാങ്കിങ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ പബ്ലിഷ് ചെയ്തേക്കുന്നത്. പക്ഷേ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ആയിട്ടില്ല, നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിലേക്ക് ടേക്ക് കെയർ. താങ്ക് യു.